ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. ഞാൻ രാജു വനാട്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ 4/1 റൂഫിൻ്റെ റാഫ്റ്ററിൻ്റെ നീളം കണ്ടുപിടിക്കാൻ പഠിച്ചു. അതിൻ്റെ തന്നെ കോടിക്കഴുക്കോലിൻ്റെ നീളം നമുക്കിന്ന് കണ്ടുപിടിക്കാം. അതിനായിട്ട് നമ്മൾ ചെയ്തിരുന്ന 264/354 ഒരു പ്ലാൻ നമ്മൾ ഉണ്ടായിരുന്നു. അതിൻ്റെ പകുതി നമുക്ക് കിട്ടിയ 132 സെൻറ്റിമീറ്ററാണ്. അതിന് കണക്കാക്കിയിട്ടാണ് നമ്മൾ പ്രിൻസിപ്പൽ റാഫ്റ്ററിൻ്റെ നീളം കണ്ടുപിടിച്ചത്. ഇനി നമുക്ക് ഹിപ്പ് റാഫ്റ്ററിൻ്റെ നീളം കണ്ടുപിടിക്കണം. അതിന് നമ്മൾക്ക് കിട്ടിയത് 132 ഈ 132 ആസ്പദമാക്കി നമുക്ക് പ്രിൻസിപ്പൽ റാഫ്റ്ററിന് കിട്ടിയത് ഒരു തോതും 20 ഭാഗവും. അപ്പോൾ ആ ഒരു തോതും 20 ഭാഗവും നമ്മൾ വെച്ച് കഴിയുമ്പോൾ നമ്മൾക്ക് അതിന് കോടിയുടെ നീളം കിട്ടും. അതിനായിട്ട് ഒരു വര വരയ്ക്കാം. ഇതിൽ തന്നെ വരയ്ക്കാം. അങ്ങനെ ഒരു പോയിൻ്റ് കണക്കാക്കി ഇങ്ങനെ വരയ്ക്കാം. അതിന് വരച്ചതിന് ശേഷം ഇനി കോടിയുടെ ഈ തോതിൻ്റെ നീളം നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ആ 18 സെൻറ്റിമീറ്ററിൻ്റെ കളം നമ്മളെ കയ്യിലുണ്ട്. അത് വരയ്ക്കുക, ഈ കളം വരയ്ക്കുക. ഇത് ഞാൻ ലിസ്റ്റ് തയ്യാറാക്കാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വരയ്ക്കുക കുറിക്കുക മാത്രമല്ല, ഇത് എന്താണ് എവിടെ നിന്നാണ് സംഭവിച്ചതെന്നുള്ള പണി ആദ്യം പഠിച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ലിസ്റ്റ് തയ്യാറാക്കുന്നതിലേക്ക് കിടക്കാം. അപ്പോൾ 4/1 ആയതുകൊണ്ട് നമ്മളിപ്പോൾ അത് കളത്തിൻ്റെ പകുതിയും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഈ വരയൊന്ന് നീട്ടി വരയ്ക്കണം. ഈ ചുമരിൻ്റെ ഈ പോയിൻ്റ് തൂക്ക് ഇതാണ് നമ്മളിപ്പോൾ ഇറക്കി വരച്ചിരിക്കുന്നതെന്ന് കരുതുക. ഇത് റാഫ്റ്ററിൻ്റെ നീളം നമ്മൾക്ക് കിട്ടിയത് ഈ ലെവലിലാണ്, അതായത് പകുതി. ഈ 12 സെൻറ്റിമീറ്ററിൽ 6 സെൻറ്റിമീറ്റർ വെച്ചിട്ട് നമ്മളിങ്ങനെ വരച്ചപ്പോൾ സെൻറ്റർ ഹൈറ്റ് 6 സെൻറ്റിമീറ്റർ വെച്ചിട്ട് നമ്മൾ വരച്ചപ്പോഴാണ് നമ്മൾക്ക് ഈ റാഫ്റ്ററിൻ്റെ നീളം കിട്ടുന്നത്. അതായത് നേരെ പോകുന്ന കഴുക്കോലിൻ്റെ അല്ലെങ്കിൽ പ്രിൻസിപ്പൽ റാഫ്റ്ററിൻ്റെ നീളം നമുക്ക് കിട്ടി. ഇവിടം മുതൽ ഇവിടം വരെ, ഇവിടം മുതൽ ഇവിടം വരെ. ഇനി ചെയ്യേണ്ടത് ഈ കിട്ടിയ പ്രിൻസിപ്പൽ റാഫ്റ്ററിൻ്റെ നീളം പിടിക്കുക. കിട്ടിയ പ്രിൻസിപ്പൽ റാഫ്റ്ററിൻ്റെ നീളം പിടിക്കുക. അതിന് ശേഷം അത് ഈ വരയിൽ നിന്നും ഈ വരയിലേക്ക് വെക്കാം. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒത്തിരി ആളുകൾ ചോദിച്ചിട്ടുള്ളതാണ്, കോടിക്കഴുക്കോലിൻ്റെ ഇത് പിടിക്കുന്നത് കണ്ടിട്ടില്ല, അത് പെട്ടെന്ന് കാണിച്ചു, തരികിട പരിപാടിയാണ്, അറിയുന്നവരോട് ചോദിച്ച് മനസ്സിലാക്കി. ഇത് എൻ്റെ പ്രവൃത്തി പരിചയത്തിൽ ഉള്ള ഒരു സംഭവമാണ് ഈ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത് വ്യക്തമായിട്ട് കാണുക. 12 സെൻറ്റിമീറ്ററിൻ്റെ സമചതുരം വരച്ചു. അതിൽ നിന്നും 6 സെൻറ്റിമീറ്റർ ഹൈറ്റ് 4/1 ഷീറ്റിന് കണക്കായിട്ടാണ് പറയുന്നത്. 6 സെൻറ്റിമീറ്റർ സെൻറ്റർ ഹൈറ്റ് വെച്ചു. അവിടെ നിന്ന് ഈ പോയിൻറ്റിലേക്ക് കിട്ടുന്നതാണ് റാഫ്റ്ററിൻ്റെ നീളം. ഈ റാഫ്റ്ററിൻ്റെ നീളം നമ്മൾ പിടിച്ചെടുത്തതിന് ശേഷം ഈ വരുന്ന ഈ 6 സെൻറ്റിമീറ്റർ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് 6 സെൻറ്റിമീറ്റർ, ഈ 6 സെൻറ്റിമീറ്ററിൽ നിന്നും താഴോട്ട് വെക്കുക. ഈ പ്രിൻസിപ്പൽ റാഫ്റ്ററിൻ്റെ ഈ നീളം പിടിച്ച് ഈ കളത്തിൻ്റെ പകുതിയിൽ നിന്നും താഴോട്ട് വെക്കുക. അതിനുശേഷം ഈ പോയിൻറ്റിൽ നിന്നും ഈ പോയിൻ്റ് വരെ ഈ പോയിൻ്റ് കൂട്ടി ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ ഈ പോയിൻ്റ് മുതൽ ഈ പോയിൻ്റ് കൂട്ടിമുട്ടുന്ന ഈ പോയിൻ്റ് വരെ കിട്ടുന്ന നീളമാണ് കോടിക്കഴുക്കോലിൻ്റെ നീളത്തെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് കിട്ടിയത് ഒരു തോതും 20 ഭാഗമാണ്. അതിന് നമ്മളുടെ കോടിക്ക് പിടിച്ച അതേപോലത്തെ കോല്, അതായത് നമ്മൾ സാധാരണ 72, പിന്നെ കഴുക്കോലിനൊന്ന്, കോടിക്കൊന്ന്, അങ്ങനെ 3 തോതാണ് നമ്മൾ പിടിച്ച് വെച്ചത്. ഈ 3 തോതിൽ ഒരു തോതും 20 ഭാഗം എന്ന് പറഞ്ഞത്. അപ്പോൾ ഒരു തോത് വെച്ചു. ഒരു തോത് വെക്കുമ്പോൾ അതിൻ്റെ നീളം ഇവിടെ മുതൽ ഇവിടെ വരെ 108 സെൻറ്റിമീറ്ററാണ്.
ഇനി 20 ഭാഗം വെക്കണം. 20 ഭാഗം വെക്കാൻ എൻ്റെ ബോർഡ് വലുതാകാൻ വേണം, എനിക്ക് എത്തുകയില്ല. അപ്പോൾ എന്ത് ചെയ്യണം? അത് നമ്മൾക്ക് അളന്ന് നോക്കാം. ടേപ്പിൽ ഇങ്ങനെ അളന്ന് നോക്കിയാൽ 90 സെൻറ്റിമീറ്റർ ആയിരിക്കണം. ഓക്കെ, 90 സെൻറ്റിമീറ്റർ. അതായത് 20 എന്ന് പറഞ്ഞാൽ ഇത് മൊത്തം ഉള്ളത് 24 ഭാഗമാണ്. അതിൽ 4 ഭാഗം പോയി കഴിയുമ്പോൾ 20 ഭാഗം. ആ 20 ഭാഗത്തിന് 90 സെൻറ്റിമീറ്റർ. ഇവിടുന്ന് ഇങ്ങോട്ട് 90 സെൻറ്റിമീറ്ററും കൂടി ഉണ്ടാവും ഈ ഒരു തോതും 20 ഭാഗവും വരുമ്പോൾ. അതായത് ഇതിൻ്റെ ഈ റൂഫിൻ്റെ പ്രിൻസിപ്പൽ റാഫ്റ്റർ ഇവിടെ വന്ന് ഇങ്ങനെ പിടിക്കുമ്പോൾ ഈ കോടി ഈ മൂലയിൽ നിന്നിങ്ങനെ പോയി പിടിക്കുന്ന നീളമാണ് ഈ 108ഉം ഒരു 90ഉം. അപ്പോൾ എത്രയായി? 108ഉം 90ഉം 198 സെൻറ്റിമീറ്റർ. പ്രിൻസിപ്പൽ റാഫ്റ്ററിൻ്റെ നീളം കിട്ടിയത് നമ്മൾക്ക് 147.4. അപ്പോൾ 147.4 പ്രിൻസിപ്പൽ റാഫ്റ്ററും ഈ ഹിപ്പ് റാഫ്റ്ററിൻ്റെ നീളം പറയുന്നത് 198 സെൻറ്റിമീറ്റർ. ഇനി ഇവിടെ നിന്ന് ചാട്ടം ഒരു കോല് ചാട്ടം വെക്കുകയാണെങ്കിൽ, ഒരു കോല് എന്ന് പറഞ്ഞാൽ 72 സെൻറ്റിമീറ്റർ വാട്ടർ ലെവൽ വെക്കുമ്പോൾ ഈ പോയിൻറ്റിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുക? ഒരു കഴുക്കോൽ തോത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ നീളം ഉണ്ടാവും. അതിൻ്റെ നീളം എത്ര ഉണ്ടാവും? 80.4 ഇങ്ങോട്ട് ചാട്ടം ഉണ്ടാവും. ടോട്ടൽ കൂട്ടി കഴിഞ്ഞാൽ പ്രിൻസിപ്പൽ റാഫ്റ്ററിൻ്റെ നീളമായി. ഇവിടെ നിന്നും നമ്മളുടെ ഈ 108 ഈ പോയിൻറ്റിൽ നിന്നും 108 വെച്ച് കഴിഞ്ഞാൽ ഈ വരുന്ന ലെവലിൽ ഹിപ്പ് റാഫ്റ്റർ ഇറങ്ങി വരും. അതാണ് അതിൻ്റെ കണക്ക്. അപ്പോൾ ഇങ്ങനെയാണ് ഈ കോടിക്കഴുക്കോലിൻ്റെ നീളം കണ്ടുപിടിക്കുന്നത്. ഇനി ഇതിന് സെൻറ്റർ ഹൈറ്റ് കാണേണ്ട കാര്യമൊന്നുമില്ല. സെൻറ്റർ ഹൈറ്റ് കാണണം എന്നുണ്ടെങ്കിൽ ഇനി അഥവാ ഇത് എത്ര ഉണ്ടാകും, ഇവിടം വരെ വരുമ്പോൾ എത്ര ഉണ്ടാവും എന്നറിയണമെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യണം? ഈ കളത്തിൻ്റെ കർണമായ 17 സെൻറ്റിമീറ്റർ, 12 സെൻറ്റിമീറ്റർ സമചതുരത്തിൻ്റെ കർണം 17 സെൻറ്റിമീറ്ററാണ്. ഈ 17 സെൻറ്റിമീറ്റർ വെച്ച് 6 പ്രാവശ്യം വയ്ക്കുക. 1 2 3 4 5 6 പ്രാവശ്യം വെച്ച് കഴിഞ്ഞപ്പോൾ എന്തായി? നമ്മൾക്ക് ഈ തൂക്ക് കിട്ടും. ചെറിയൊരു മാറ്റം കാണുന്നുണ്ട്, അതെന്താണെന്ന് നോക്കട്ടെ. 1 2 3 4 5 6 കണ്ടോ? നമ്മളത് കണ്ടുപിടിച്ചു. അതെന്താണെന്ന് വെച്ചാൽ ഞാനിവിടെ വെറുതെ ഒന്നിങ്ങനെ മാർക്ക് ചെയ്തായിരുന്നു 108 എന്നും പറഞ്ഞിട്ട്, ഒന്നും ഓർമ്മയില്ലാതായിപ്പോയതാണ്. അപ്പോൾ നമുക്കതിങ്ങനെ കറക്റ്റ് കിട്ടണം. അതാണ് അതിൻ്റെ പോയിൻ്റ്. ഇങ്ങനെ കറക്റ്റ് വരണം. അപ്പോൾ ഒന്ന് മനസ്സിലാക്കുക, ഈ വ്യത്യാസം നോക്കണ്ട, മാർക്കറിൽ മാർക്ക് ചെയ്ത് പോയിരുന്നുണ്ട്. ഇതിൻ്റെ കർണം കൊണ്ട് അളന്നു കഴിഞ്ഞാൽ, ഈ 12 സെൻറ്റിമീറ്ററിൻ്റെ കർണം കൊണ്ട് അളന്നു കഴിഞ്ഞാൽ മൂലയിൽ നിന്നും ഇങ്ങനെ പോകുന്ന മൂലയിൽ നിന്നും കർണം ഇതിൻ്റെ കർണം വെച്ച് നമ്മൾ ഇങ്ങനെ അളന്ന് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ വന്ന് കൂടുന്ന ഈ പോയിൻറ്റിലെത്തുമ്പോൾ നമ്മൾ ഈ ഉത്തരത്തിൽ നമ്മൾ എത്രയാണോ വെച്ചിരിക്കുന്നത് അതേപോലെ അളന്ന് വന്നു കഴിഞ്ഞാൽ ഇവിടെ എത്തിയിരിക്കും. അതായത് ഇവിടെ ഒരു തോത് 20 പേരിലും വെക്കുമ്പോൾ ഇവിടെ ഒരു തോത് 20 പേരിലും വെച്ചാൽ മതി. അപ്പോൾ ഇതിലേക്ക് വന്ന് നിൽക്കും. ഇങ്ങനെ ഈ കോടിക്കഴുക്കോൽ ഇവിടെ വന്ന് ഈ പോയിൻറ്റിൽ തീരും. അപ്പോൾ ഈ ഉത്തരത്തിൻ്റെ മൂല മുതൽ മോതായം വരെ റെഡിയാണ്. ഇതാണ് ഇതിൻ്റെ ഫോർമുല. ഇതാണ് ഞാൻ ഓർത്ത് വെക്കണമെന്ന് പറഞ്ഞത്. ഇനി നമ്മൾക്ക് കാണേണ്ടത് പ്രിൻസിപ്പൽ റാഫ്റ്റർ കിട്ടി, ഹിപ്പ് റാഫ്റ്റർ കിട്ടി. ഇനി ഇതിൽ വരുന്ന ഹിപ്പ് ജാക്ക് റാഫ്റ്റർ, അതായത് കുട്ടിക്കഴുക്കോൽ അല്ലെങ്കിൽ പറ്റി കഴുക്കോൽ എന്നൊക്കെ പറയുന്ന ഇതിൻ്റെ നീളം നമ്മൾ കണ്ടുപിടിക്കണം. അതിൻ്റെ നീളം കണ്ടുപിടിക്കുന്നതിന് നമ്മൾക്കതും ഈ പറഞ്ഞ പോലെ വിശദമായിട്ട് പഠിക്കണം. അതുകൊണ്ട് അതുമായിട്ട് അടുത്ത ഒരു വീഡിയോയിൽ, അതായത് ഈ 3ാമത്തെ വീഡിയോയിലേക്ക് നമുക്ക് വീണ്ടും കാണാം.